ഈ തലയണ മന്ത്രത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഈ തലയണ മന്ത്രം പോലൊരു സിനിമ, ഞാൻ പറഞ്ഞു അതുപോലെ സിനിമ ഒരിക്കലും വരില്ല. എന്നാലും ആ സിനിമ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആളുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. അത് ആ പ്രമേയത്തിന്റെ കരുത്താണോ അതോ താങ്കളും ശ്രീനിവാസൻ തമ്മിലുള്ള കോംബോ സൂപ്പറായിട്ട് പോയത് കൊണ്ടാണോ? എല്ലാം ഓരോ കാരണങ്ങളാവും. പക്ഷെ ഡയറക്ടർ സത്യേട്ടന്റെയും ശ്രീനേട്ടന്റെയും കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതെല്ലാ കാലത്തും നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരുന്നു എന്നുള്ളതാണ്. ആണല്ലേ? ഈ തലയണ മന്ത്രത്തിൽ വെച്ചിട്ടാണോ ശ്രീനേട്ടനോട്, എനിക്ക് വളരെ വ്യക്തിബന്ധമുള്ള ഒരാളാണ് ശ്രീനേട്ടൻ, ശ്രീനേട്ടനോട് ഇത്രയും അടുപ്പം വന്നത്? കാര്യം ഞാൻ കുറേ ഇന്റർവ്യൂ ഒന്ന് ഓടിച്ചു നോക്കി ഉർവശിയുടെ പല സ്ഥലത്തും. ജോണി ലൂക്കോസ് മുതൽ അല്ലാത്ത ലൂക്കോസുമാർ വരെ ഇന്റർവ്യൂ ചെയ്ത പല സ്ഥലങ്ങളും ഞാൻ കണ്ടു. അവിടെ എല്ലാം ഉർവശിയോട് ഒരു ചോദ്യം ആൾക്കാർ ചോദിക്കുന്നു, ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോ ശ്രീനിവാസനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല ചോദിക്കാൻ തോന്നുന്നത്, എനിക്ക് ഉർവശിയോട് ചോദിക്കാൻ തോന്നുന്നത് ശ്രീനിവാസന് ഇഷ്ടപ്പെട്ട ഹീറോയിൻ ഉർവശിയാണോ? അല്ല, അതറിയത്തില്ല. അതുവരെ ചോദിച്ചിട്ടില്ലല്ലേ? അല്ല, ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ശ്രീനേട്ടൻ, എനിക്ക് ഇഷ്ടപ്പെട്ട നടി ഏതെന്ന് നോക്കുമ്പോൾ ഉർവശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ യോജിക്കാനുള്ള കുറേ ഏരിയ ഉണ്ട്, കുറേ പ്രദേശങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഉർവശി ഒരുപാട് ഹ്യൂമർ സംഭവങ്ങൾ മലയാള സിനിമയിൽ ചെയ്ത ആളാണ്. മലയാളം മാത്രമല്ല മറ്റു സിനിമകളിലും ചെയ്തു. ശ്രീനേട്ടനും അദ്ദേഹത്തിന് നാച്ചുറലായിട്ട് കുറച്ച് ഹ്യൂമർ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ആ ഹ്യൂമർ ഒരു കരുത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി? ഹ്യൂമർ ഒരു കരുത്താണ്. രണ്ടാമത് ഞാൻ കണ്ടതിൽ സിനിമയിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് ശ്രീനേട്ടൻ. എത്ര താരങ്ങളുണ്ടായാലും ഈ വലിയ വലിയ സ്റ്റാർസിന്റെ പടങ്ങളിൽ അപ്രധാനമായിട്ടുള്ള വേഷങ്ങളിൽ ശ്രീനേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. പലപ്പോഴും തോന്നുന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു മുത്തശ്ശികഥ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഷോട്ടിൽ വന്ന് അതിലെ മെയിൻ സ്ത്രീ കഥാപാത്രത്തിന് ഒരു അടി വാങ്ങിക്കുന്ന ഷോട്ടാണ്. ഒരു തെറിയും വിളിച്ചൊരു അടിയും കൊള്ളുന്ന ഒരു സീനാണ്. ശ്രീനേട്ടനല്ലാതെ വേറൊരു നടൻ ആ റേഞ്ചിലുള്ള ഒരു നടൻ ചെയ്യില്ല. കാരണം അത് ചെയ്തത് കൊണ്ട് എൻ്റെ ഇമേജ് നഷ്ടപ്പെടുത്തില്ല എന്ന് തോന്നുന്ന ഒരു വലിയൊരു ആത്മവിശ്വാസമുണ്ട്. അതാണ് നമുക്ക് അദ്ദേഹത്തോട് റെസ്പെക്റ്റും ആരാധനയൊക്കെ തോന്നുന്നത്. ഈ പൊന്മുട്ടയിടുന്ന താറാവില് നമ്മുടെ ഇപ്പം ഉള്ള ഈ കാലത്ത് ഉർവശി ഒരുപാട് പദങ്ങളെല്ലാം മാറി. നമ്മൾ പണ്ട് ഒരാൾ ജോലി കിട്ടി പോകണമെങ്കിൽ പണി കിട്ടി എന്ന് പറയുമായിരുന്നു. ഇപ്പം പണി കൊടുത്തെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഈ കാര്യങ്ങളെല്ലാം മാറ്റി. പിന്നെ വൈബ് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട്. ഇവർ യങ്സ്റ്റേഴ്സ് ഒക്കെ ചിരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അവരുടെ ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വക. പക്ഷേ ഇപ്പോൾ ഇവർ പറയും അവൻ എന്നെ തെച്ചിട്ട് പോയി എന്ന് പറയും. ആ പൊന്മുട്ടയിടുന്ന താറാവിലെ ഒരു തേപ്പുകാരിയുടെ കഥാപാത്രമായിരുന്നു, ഓർമ്മയുണ്ടോ? അല്ലെ, സ്നേഹലത, സ്വർണ്ണമാല കേസ്. അതെ. അല്ല, ആ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ കൊച്ചച്ഛൻ ആ കഥ കേട്ടെ. അപ്പൊ അങ്കിള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു നല്ല സ്ക്രിപ്റ്റ്, നല്ലൊരു ക്യാരക്ടറാണ് പിടിമോളെ, ഭയങ്കര ചേഞ്ച് ആയിരിക്കും എന്നാണ്. പിന്നെ എൻ്റെ അമ്മയും ഒരു കലാപരമായ അന്തരീക്ഷത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നവരായതുകൊണ്ട് അമ്മ പറയുന്നതും ഏത് ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആവുന്നതാണ് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അല്ലാതെ ഒരേ ടൈപ്പ് റോള് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തർത്ഥമുള്ള, എന്ത് വെറൈറ്റി അതിനകത്തുള്ള. അപ്പൊ ഈ കഥ പറയുന്നവർ കൂടുതലും അപ്രോച്ച് ചെയ്യുന്നത് അമ്മയും കൊച്ചച്ഛനെയൊക്കെ ആയിരുന്നു അന്നത്തെ പ്രായത്തിൽ. തീർച്ചയായിട്ടും ഉർവശിക്ക് അത് ഇവര് റിജക്ട് ചെയ്തിട്ട് ഉർവശിക്ക് തന്നെ ഇത് കൊള്ളാം, ഇത് നമുക്കൊന്ന് കളിക്കാനുണ്ട് എന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ ഏതായിരുന്നു? അങ്ങനെ പല സിനിമകളും അങ്ങനെ. അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യം ചിലപ്പം 2 ദിവസത്തിന് മുൻപായിരിക്കും നമ്മളെ ഒരു പട സിനിമ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും പരിചയക്കാരാണ്. ആ ഒരു ഫ്രീഡം എന്നോടുണ്ടായിരുന്നു, അവർക്ക് എനിക്കും എല്ലാ സെറ്റുകളിലും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ ഒന്നുമുള്ള സമയമൊന്നുമില്ല, സമയമില്ല നമുക്ക്. ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് പോകും. അങ്ങനെയാണ് 3 പടമൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ദിവസമൊക്കെ ഉണ്ട്, 4-5 സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സമയമുണ്ട്. അപ്പൊ അന്ന് അതൊന്നും അല്ല നോട്ടം, ബന്ധങ്ങൾക്ക് വലിയൊരു വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തയ്യാറെടുപ്പിനൊന്നും സമയം ഉണ്ടാവത്തില്ല. ഈ മുഖത്ത് മിന്നി മറിയാൻ പ്രയാസമുള്ള വികാരം ഏതാ? പ്രണയരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ചില എക്സ്പ്രഷൻ പാറ്റേണേ ഉള്ളൂ. അല്ലാത്തത് അല്ല, അതേ എനിക്ക് അറിയത്തുള്ളൂ. എനിക്ക് മുമ്പ് വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന പോലെ. അപ്പം സ്റ്റാർട്ടിങ് സമയത്ത് സിനിമകളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പൊ അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സീനിയർ ആയിട്ടുള്ളവർ പറയും ഇങ്ങനെ തൊട്ട ഉടനെ ഇങ്ങനെയൊക്കെ പോകണമെന്നറിയ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര മാനക്കേടാ. ഞാൻ എന്തിനിപ്പോ ഒരാളിങ്ങനെ തുടർന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പോകേണ്ട ആവശ്യം എന്താ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമായിരുന്നു. അല്ല, എനിക്കൊന്ന് ഏതോ ഒരു ഇപ്പൊ പടം ഞാൻ ഓർമ്മിക്കുന്നില്ല, ഒരു എറുകണ്ണിട്ട് നായകനെ ആരെയോ നോക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഇത്തിരി സെക്കൻഡ്സ് സ്ക്രീനിൽ നിൽക്കുന്നുണ്ട്. അതിലൊക്കെ ശൃംഗാര ഭാവം ഉണ്ടല്ലോ. ശൃംഗാരം കണ്ടുപിടിച്ച ആളിനെ ഷോക്കായി പോകും. അല്ല, അതൊക്കെ എന്ന് പറയുന്ന ഡയറക്ടേഴ്സിന്റെ അവരൊന്ന് ടീച്ചേഴ്സിന് അധ്യാപകരുടെ കൂട്ടാണെന്ന് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവര്. അപ്പം സൗഹൃദമൊക്കെ നമുക്ക് നന്നായിട്ട് അഭിനയിക്കുമ്പോൾ സൗഹൃദം ഉണ്ടാവും. നമുക്ക് ഫ്രീഡം ഇല്ലേ? നമ്മളോട് ഒരു പ്രണയരംഗം അഭിനയിക്കുമ്പോഴേ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് അഭിനയിച്ച് കൂട്ടാൻ അവരനുവദിക്കത്തില്ലേ? ഇല്ല, നല്ലതാണെങ്കിൽ അംഗീകരിക്കും എല്ലാ ഡയറക്ടേഴ്സും. അത് കുഴപ്പമില്ല, നല്ലതാണ് എന്ന് പറയും. കൂടുതലായ വേണ്ടെന്ന് പറയും. കൂടുതലായ അത് വേണ്ട, അത്രയും വേണ്ട എന്ന് പറയും. പക്ഷെ ചിലതെന്ന് പറയുന്നത് അവരോടുള്ളൊരു ഭയം നമുക്കുണ്ട് മനസ്സിൽ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ടീച്ചറാണ്. ഉർവശി അതങ്ങനെ അല്ല, അതെങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ടേക്ക് തീർക്കണം നമ്മൾ. അതൊന്ന് ഫിലിമാണ്, പരീക്ഷണത്തിനൊന്നും സമയമില്ല. അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ അങ്ങ് അഭിനയിച്ച് പോകുന്നതാണ്. അല്ലാതെ അതിനൊന്നും വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ.
रे ग म ग म ध म ध रे ग ग ध